ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ബാലൻ ആര്യനോടും മിത്രയോടുമായിട്ട് ചോദിക്കുകയാണ്, സ്വർണം പണയം വെക്കാൻ ഇവനാണോ നിന്നോട് പറഞ്ഞത്? ഇല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, ആര്യൻ ഈ കാര്യത്തെപ്പറ്റി അറിയുക പോലും ഇല്ല എന്ന് പറയാ. പിന്നെ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് ബാലനപ്പം മിത്രയോട് ചോദിക്കുക. അത് പിന്നെ ഈ സ്വർണം കൃഷ്ണമംഗലത്ത് കൊണ്ട് അച്ഛനെയും അമ്മയെ ഏൽപ്പിക്കണമെന്ന് ആര്യൻ എന്നോട് പറഞ്ഞത്. അവരിത് മേടിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ കൃഷ്ണമംഗലത്തെ വീട്ടുപടിയിൽ വെച്ചിട്ട് തിരികെ പോരണമെന്ന് പറഞ്ഞു. ആദ്യം ആര്യൻ പറഞ്ഞതുപോലെ ചെയ്യാനാ ഞാനും തീരുമാനിച്ചത്. പക്ഷേ ആര്യൻ്റെ അവസ്ഥ കണ്ടപ്പം അവനെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി എന്ന് പറയാണ് കേട്ടോ മിത്ര. ആര്യനെ സഹായിക്കാനോ എന്ന് ബാലൻ ചോദിക്കാം. അപ്പം ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്ന അച്യുതൻ പറയും, ഓ പുതിയ കള്ളത്തരമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. നീ ഇങ്ങനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുക്കണമെന്ന് ഇവരെല്ലാവരും നിന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ മിത്രേ എന്ന് ചോദിക്കുക. ഇല്ല ചെറിയച്ഛൻ ചുമ്മാ അനാവശ്യം പറയരുത്. ഇക്കാര്യത്തെപ്പറ്റി ഈ വീട്ടിൽ ആർക്കും അറിയത്തില്ല. ഞാൻ എൻ്റെ ആര്യനെ സഹായിക്കാൻ വേണ്ടിയാണ് സ്വർണം പണയം വെക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ബാലൻ ചോദിക്കും, ഇവൻ എന്ത് സഹായമായി ഇത്രയും വലിയ തുകയുടെ വേണ്ടത് എന്ന് ചോദിക്കുക. അത് ആര്യൻ ട്രാവൽസ് തുടങ്ങാനുള്ള ക്യാഷ് ഇതുവരെ റെഡിയായിട്ടില്ല. ആര്യൻ അതിനു വേണ്ടി ഒരുപാട് ഓടി നടന്നു എന്ന് പറയണ്. അവനെ സഹായിക്കാൻ ഇവിടെ ഞങ്ങളെല്ലാവരും ജീവനോട് ഇരിപ്പില്ലേ? ഞങ്ങളോടൊരു വാക്ക് പറയായിരുന്നല്ലോ. അല്ലാതെ നിന്റെ സ്വർണ്ണമൊന്നും പണയം വെക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ ബാലൻ. അത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, ഈ സ്വർണം നിനക്ക് ആ വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കത്തില്ലായിരുന്നോ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു അന്തസ്സുണ്ടായേനെ. ഇതിപ്പം എല്ലാവരും കുറ്റക്കാരായതുപോലെ ആയില്ലേ എന്ന് ചോദിക്കുക. അപ്പം മിത്ര ഒന്നും പറയാതെ നിൽക്കാൻ കേട്ടോ. ആകാശം പറയും, നിനക്കിതിൻ്റെ വില ആവശ്യം ഉണ്ടായിരുന്നോ മിത്രേ? ഈ സ്വർണം അവരുടെ വീട്ടിലേക്ക് അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഇതിപ്പം നീ കാരണം ഈ വീട്ടിലുള്ള സകല ആൾക്കാരും നാണം കെട്ട് ഇങ്ങനെ നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ? ഈ മുറ്റത്ത് വന്ന് നിന്ന് ഇവരൊക്കെ കുരയ്ക്കുന്ന കേട്ടില്ലേ എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് ആകെ എന്ത് മറുപടി പറയണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ. മീനുവാണെങ്കിൽ ആകാശിൻ്റെ ഒരു കാര്യം മിത്ര ആകെ തകർന്നിരിക്കുമ്പം ഇങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ആകാശിനെ ഒന്ന് നോക്കുവാണ്. അപ്പം അച്യുതൻ പറയും, ഹോ ഇവനെ പോലെ ഒരുത്തനെ സഹായിക്കാൻ സ്വന്തം സ്വർണം പണയം വെക്കാൻ പോയാൽ നീ ഒരു വിഡ്ഢി തന്നെ എന്ന് പറയണേ. അത് കേൾക്കുന്ന മിത്രയ്ക്ക് ദേഷ്യം വരും. എൻ്റെ ആര്യനെ പറ്റി ഒരക്ഷരം മോശമായിട്ട് പറയരുത് എന്ന് അച്യുതനോട് പറയാണ്. ഓ അവളുടെ ഒരു ആര്യൻ, ഈ തലതെറിച്ചവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ദേഷ്യം വരുമല്ലേ? അതെ ദേഷ്യം വരും. ഇവനെന്താടി അത്രയ്ക്ക് വലിയ മഹാനാണോ എന്ന് ചോദിക്കുക. അതെ എൻ്റെ ആര്യൻ മഹാൻ തന്നെയാ എന്ന് പറയാം. എന്നെ സംബന്ധിച്ച് ആര്യൻ മഹാൻ തന്നെയാ എന്ന് അച്യുതനോട് നമ്മുടെ മിത്ര തുറന്നു പറയാം. ഇത്രയും നന്മയുള്ള മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയാം. ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് അവിടുത്തെ പെണ്ണിനെ മോഷ്ടിച്ചോണ്ട് പോയവനാ ഇവൻ. അവന് ഇത്രയും മഹാൻ നന്മയുള്ളവൻ എന്നൊക്കെ നീ പറയുന്നത് നിർത്ത്. ഇനി ഒരു അക്ഷരം എൻ്റെ ആര്യനെ പറ്റി പറഞ്ഞാൽ ചെറിയച്ഛനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും എന്ന് മിത്ര പറയൂ കേട്ടോ. അപ്പം മിത്രയുടെ ആ ശബ്ദം കേൾക്കുമ്പം എല്ലാവരും ഇവൾ എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കും. ആര്യനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് അച്യുതനോട് ചോദിക്കുക. എന്താ അറിയാവുന്നത്? നിങ്ങൾ ആരും കരുതുന്ന പോലൊരു മനുഷ്യനല്ല ആര്യൻ. ഇന്ന് എൻ്റെ ചെറിയച്ഛനും അച്ഛനും ഒക്കെ തലയുയർത്തി നിൽക്കുന്നുണ്ട് െങ്കിൽ അതിന് കാരണക്കാരൻ ഈ നിൽക്കുന്ന ആര്യം മാത്രമാ എന്ന് പറയും. അപ്പൊ ഗോമതി തടയിട്ടോ മിത്ര എന്ന് ചോദിച്ചുകൊണ്ട് അപ്പൊ അങ്ങോട്ട് അനന്തം വരിക. അച്യുത എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് വരിക. ഏട്ടൻ വന്നല്ലോ, ഏട്ടൻ വരാൻ വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. നമ്മുടെ സ്വർണം തിരിച്ചു കിട്ടിയ ഏട്ടാ എന്ന് അനന്തനോട് അച്യുതൻ പറയണം കേട്ടോ. ദേ നോക്ക്, ഞാൻ കയ്യോടെ കള്ളനെ പൊക്കിയേട്ടാ എന്ന് വീണ്ടും പറയാണേ. ദേ എന്നിട്ടും ഏട്ടൻ്റെ മോള് പല കള്ളക്കഥകളും പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയാം. ദേ അവള് പറയുന്നത് കേട്ടോ, ചേട്ടൻ വല്ലതും കേട്ടോ? ഏട്ടൻ്റെയും എൻ്റെയും ഈ കുടുംബത്തിൻ്റെയൊക്കെ മാനം രക്ഷിച്ചത് ഈ ആര്യനാണെന്ന് ഞാൻ കേട്ടു എന്ന് അനന്തം പറയാം. അവൾ അങ്ങനെ പറഞ്ഞിട്ടും ഏട്ടൻ എന്താ മറുപടി പറയാതെ നിൽക്കുന്നതെന്ന് ചോദിക്കാം. മിത്രേ, കൃഷ്ണമംഗലത്തുകാർക്കും എനിക്കും വേണ്ടി നിന്റെ ഈ ആര്യൻ എന്തു മഹാകാര്യം അടി ചെയ്തത്? പറ കേൾക്കട്ടെ എന്ന് അനന്തനും ചോദിക്കാം. അങ്ങനെ ചോദിക്കേട്ടാ, അവൾ പറയട്ടെ, അങ്ങനെ തന്നെ ചോദിക്കട്ടെ. എന്ത് മഹാകാര്യമോ ചെയ്തതെന്ന് അവൾ തന്നെ അങ്ങ് പറയടി, എന്ത് മഹാകാര്യമോ നിന്റെ ആര്യൻ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്? അതിന് കേട്ടിട്ടേ എനിക്ക് ആഹാരം പോലും ഇറങ്ങത്തുള്ളൂ എന്ന് പറയാം. ആര്യൻ നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അച്ഛാ എന്ന് അനന്തനോട് മിത്ര പറയാം. അതിന് പകരമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കും തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നിങ്ങനൊരു തീരുമാനം എടുത്തത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്വർണ്ണം പണയം വെക്കാൻ കൊണ്ടുപോയത്. എന്തിനാ മിത്ര നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നിനക്ക് നാണക്കേട് തോന്നുന്നില്ലേ എന്ന് അച്യുതനപ്പം ചോദിക്കാണ് കേട്ടോ. ഒരാര്യൻ,
അവൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി മഹാകാര്യം ചെയ്തു പോലും, എന്ത് തേങ്ങ അവൻ ചെയ്തേ എന്ന് അച്യുതൻ വീണ്ടും മിത്രയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ചോദിക്കുകയാണ് കേട്ടോ. നിന്നോടാ ഞാൻ ചോദിക്കുന്നത്, എന്ത് തേങ്ങ ചെയ്ത കാര്യമാണ് നീ കുറെ നേരമായിട്ട് പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം പറ, ഒരൊറ്റ കാര്യം നീ പറ എന്ന് അച്യുതൻ ചോദിക്കുക. അപ്പം എന്താണെന്നുള്ള രീതിയിൽ മിത്ര അച്യുതൻ്റെ മുഖത്തേക്ക് നോക്കുക. ഒരു ചുക്ക് നിനക്ക് പറയാൻ ഉണ്ടാവില്ല, ഇവൻ കാരണം ഞാനും എൻ്റെ ഏട്ടന് നാണം കിട്ടു, അതാണോ ഇവൻ ചെയ്ത ഇത്ര വലിയ മഹത്തായ നല്ല കാര്യം? നീ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ നാണം കെടുത്തുന്ന മിത്ര എന്ന് നന്ദിനിയും ചോദിക്കുക. കള്ളം പറയുന്ന ഈ ശീലം നിനക്ക് എവിടുന്നാ കിട്ടിയേ? നിനക്ക് ഞാൻ നല്ല സംസ്കാരം തന്നു തന്നെയല്ലേ വളർത്തിയത്, നീ ഇത്രയ്ക്ക് മോശമായി പോയോ മിത്ര എന്ന് ചോദിക്കുക. എൻ്റെ വയറ്റിൽ തന്നെ ഇതുപോലൊരുത്തി വന്ന് പിറന്നല്ലോ എന്ന് വേദനയോടുകൂടി നന്ദിനി പറയാണ് കേട്ടോ. ശരി അമ്മേ, ഇത്രയും നാളും ഞാൻ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു സത്യം എല്ലാവരിൽ നിന്നും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്, അതെൻ്റെ സ്വാർത്ഥത തന്നെയായിരുന്നു. ആ സത്യം ആരും അറിയാതിരിക്കാൻ പലപ്പോഴും പലതും എനിക്ക് മാറ്റി പറയേണ്ടിയും വന്നിട്ടുണ്ട് എന്ന് മിത്ര എല്ലാവരോടുമായിട്ട് പറയാം. ശരി, ഇത്രയും നാളും നീ മറച്ചു വെച്ച സത്യം എന്താ, ഇത്ര വലിയ സത്യം എന്താണെന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയണം. അപ്പോഴത്തേക്കും മിത്ര പറയും, പറയാമേ, ഇനി ഞാൻ ഒന്നും മനസ്സിൽ വെക്കുന്നില്ല എന്ന് പറയാം, ഇനിയെങ്കിലും നിങ്ങൾ എല്ലാവരും അത് അറിയണം. മിത്രേ വേണ്ട എന്ന് അപ്പം മീനാക്ഷി പറയണം കേട്ടോ. മീനാക്ഷിക്കും ഗോമതിക്കും നല്ല ഭയം തോന്നുന്നുണ്ടേ. വേണം മീനു ചേച്ചി, ഇന്നിത് പറയണം, ഇത് പറയാൻ കിട്ടിയ ഒരവസരമായിട്ടാണ് ഞാൻ ഈ ദിവസത്തെ കാണുന്നത് എന്ന് നമ്മുടെ മിത്ര പറയണേ. എന്നിട്ട് മിത്ര എല്ലാവരോടുമായിട്ടും പറയും, ഇതറിയുമ്പം ചിലപ്പം എന്നെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം മാറിക്കോളും എന്ന് നന്ദിനിയോടും അനന്തനെയും നോക്കിക്കൊണ്ടാണ് മിത്ര പറയുന്നത്. ഇവൾ എന്താ ഈ പറയാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുക. ഞാൻ മോശപ്പെട്ട പെൺകുട്ടിയാണെന്ന് നിങ്ങൾ കരുതും, ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ആര്യൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, അവൻ്റെ നന്മ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ മകളെന്ന് ജീവനോടെ ഇരിക്കാൻ കാരണക്കാരൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് മിത്ര പറയാ. ദേവമംഗലത്തുള്ളവരുടെ ദേഷ്യം നിങ്ങൾക്ക് അല്പമെങ്കിലും മാറുമെങ്കിൽ ഞാൻ ഈ സത്യങ്ങളെല്ലാം പറയാം എന്ന് മിത്ര വീണ്ടും പറയാണ് കേട്ടോ. ഇത്രയും നാളും രണ്ട് കുടുംബങ്ങൾക്കിടയിലും ഉണ്ടായിരുന്ന പകയും വൈരാഗ്യവും ഒക്കെ ചിലപ്പം ഇതോടെ അങ്ങ് തീരും എന്ന് മിത്ര വീണ്ടും പറയാണ് കേട്ടോ. ഇവൾ എന്താ ഈ പറയുന്നെന്നുള്ള രീതിയിൽ ആനന്ദൻ ഭാര്യയെ നോക്കുക. അതുകൊണ്ടും കൂടിയാ ഞാനിത് പറയാൻ തീരുമാനിച്ചത്. പെട്ടെന്ന് ആര്യനാണെങ്കിൽ കയ്യിൽ കയറി പിടിക്കും മിത്രയുടെ. മിത്ര, വേണ്ട, നീ എന്താ ഈ വിളിച്ചു പറയാൻ നോക്കുന്നത് എന്ന് ചോദിക്കുക. ആര്യ, എന്നെ തടയരുത്, ഞാൻ എല്ലാം പറയാൻ തീരുമാനിച്ചു, നീ ആരോടും ഒന്നും പറയുന്നില്ല. ഇല്ല, എനിക്കെല്ലാം പറയണം, എനിക്ക് ഇനിയെങ്കിലും സത്യങ്ങൾ എല്ലാവരെയും അറിയിക്കണം. നമ്മുടെ കല്യാണത്തിൻ്റെ പേരിൽ ഇവിടെയുള്ള പലർക്കും പല തെറ്റിദ്ധാരണകളും ഉണ്ട്, ആ തെറ്റിദ്ധാരണകളൊക്കെ മാറണം. മിത്രേ വേണ്ട എന്ന് ആരും പറയാം. അപ്പം അച്യുതൻ പറയും, അമ്മേ കണ്ടോ അമ്മ ഇവളുടെ പുതിയ നാടകം, എന്തോ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ നോക്കുക. അമ്മ ചെവി കൂർപ്പിച്ച് കേട്ടോ, ഇനി എന്ത് കള്ളക്കഥയാണ് ഇവൾ പറയാൻ പോകുന്നതെന്ന്. അമ്മയുടെ കൊച്ചുമോളെ ശരിക്കും നാടകക്കാരിയായി മാറിയിരിക്കുക എന്ന് അച്യുതൻ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന മിത്ര പറയും, ഇത് കഥയല്ല ചെറിയച്ഛ, ഇത് സത്യമാ, എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാ, ഇതാണ് നടന്നത്. മിത്രേ വേണ്ട എന്ന് ആരും വീണ്ടും തടയൂട്ടോ. വേണം ആര്യൻ എന്നെ തടയരുത്, ഇനിയെങ്കിലും സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ, എല്ലാവർക്കും ഇതറിയാനുള്ള സമയമായിട്ടുണ്ട് എന്ന് വീണ്ടും പറയാം. കുറേ നേരമായല്ലോ നീ സത്യം പറയട്ടെ എന്നൊക്കെ പറയുന്നു, എന്താണെന്ന് വെച്ചാൽ പറ എന്ന് അച്യുതൻ വീണ്ടും പറയാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരാളെ ഇഷ്ടമായിരുന്നു എന്ന് മിത്ര പറയും. അയ്യോ, ഇതാണോ പുതിയ കാര്യം? നീ സ്നേഹിച്ചത് ഈ നിൽക്കുന്ന ആരിനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അല്ല എന്ന് മിത്ര ഇപ്പോൾ പറയും. ഞാൻ ഈ സ്നേഹിച്ചത് ആരിനെ ആയിരുന്നില്ല, എനിക്ക് ആ സമയത്ത് ആരിനോട് ദേഷ്യവും വൈരാഗ്യവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മിത്ര പറയാണ്. നിങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കുത്തിവെച്ചത് മുഴുവനും ദേവമംഗലത്തുള്ളവരോടുള്ള ദേഷ്യമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. ഞാൻ സ്നേഹിച്ചത് മറ്റൊരാളെയായിരുന്നു, കോളേജിൽ വെച്ച് അയാളുമായിട്ട് തീവ്രമായ പ്രണയത്തിലുമായിരുന്നു ഞാനെന്ന് പറയാം. ഇത് കേൾക്കുന്ന നന്ദിനിയും അതുപോലെ അനന്തനും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതിയാണ് പേടിച്ച് വരച്ച് നിൽക്കുക. എൻ്റെ ഗുരുവായൂരപ്പ, ഇവള് സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ ബാലേട്ടൻ എന്നോട് ഒരിക്കലും ക്ഷമിക്കത്തില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. അപ്പം നന്ദിനി ചോദിക്കും, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? നീ പ്രണയിച്ചത് ആരിനെ അല്ലേ എന്ന് ചോദിക്കുക. അല്ല അമ്മേ, ഞാൻ പ്രണയിച്ചത് ആരിനെ അല്ല, അത് ആരിനായിരുന്നില്ല, അത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എന്ന് പറയുക. ആ ഇഷ്ടം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്ക് കല്യാണം വേണ്ടെന്ന് ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞത് എന്ന് അനന്തനെ നോക്കിക്കൊണ്ട് മിത്ര പറയൂ കേട്ടോ. പക്ഷെ നിങ്ങൾ ആരും അത് കേൾക്കാൻ തയ്യാറായില്ല. എത്രയും വേഗം എന്നെ കല്യാണം കഴിച്ച് അയക്കാനാണ് നിങ്ങളെല്ലാവരും നോക്കിയത് എന്ന് പറയണേ. അപ്പം സുകന്യാണെങ്കിൽ ഇവൾ എന്താ ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ നോക്കുക. എൻ്റെ കല്യാണം
തീരുമാനിച്ചു കഴിഞ്ഞപ്പം ഒളിച്ചോടി പോകാമെന്ന് അവൻ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കത് ആദ്യം സ്വീകാര്യമായിരുന്നില്ല. എനിക്കതിനോട് ഒരു രീതിയിലും യോജിക്കാൻ സാധിച്ചില്ല. എൻ്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും വഞ്ചിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുക്കത്തില്ലെന്ന് അവനോട് പറഞ്ഞു. ഞാൻ അവനെ ഉപേക്ഷിച്ച എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് വിഷം കുടിച്ച് ചാകുമെന്ന് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് നന്ദിനി അപ്പോൾ വീണ്ടും മിത്രയോട് ചോദിക്കുക. ഞാൻ പ്രണയിച്ച് വഞ്ചിച്ച കാര്യം നാട്ടുകാരോട് മുഴുവൻ പറയുമെന്ന് അവൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി എന്ന് വീണ്ടും പറയാണ് കേട്ടോ. ആ സമയത്ത് എൻ്റെ മുന്നിൽ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് മിത്ര അവിടെ നിന്ന് കരയുക. ഒരു വഴിയില്ലാതെ അവൻ പറയുന്നത് എനിക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നമ്മേ എന്നും പറഞ്ഞ് വീണ്ടും ആകെ തകർന്ന പോലെ മിത്ര സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം അലോകാണെങ്കിൽ ഇതൊക്കെ കേട്ടൊരു പുച്ഛത്തോടെ അവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടത്താനായിരുന്നു അവൻ്റെ തീരുമാനം എന്ന് മിത്ര വീണ്ടും പറയാം. ഗുരുവായൂർ എന്നുള്ള ഭാഗം വരുമ്പം തന്നെ മീനും ഗോമതിയും പേടിച്ച് വരച്ചാണ് നിൽക്കുന്നത്. ഞാൻ അവൻ്റെ ഒപ്പം ഗുരുവായൂരിലേക്ക് പോവുകയും ചെയ്തു എന്ന് വീണ്ടും മിത്ര കഥ ബാക്കി എല്ലാവരോടുമായിട്ട് പറയാം. വളരെ ആകാംക്ഷയോടെ എല്ലാവരും കേട്ട് നിൽക്കുക. ഗുരുവായൂർ എത്തിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവൻ ശരിക്കും എന്നെ സ്നേഹിച്ചിരുന്നൊന്നുമില്ല. അവൻ ആവശ്യം എൻ്റെ സ്വത്തും പണവും സ്വർണവും മാത്രമായിരുന്നെന്ന്. അതുമാത്രമാണ് അവൻ സ്നേഹിച്ചിരുന്നതെന്ന്. അവന് എൻ്റെ കയ്യിലെ സ്വർണം മുഴുവനും അടിച്ചു മാറ്റിക്കൊണ്ടാണ് വന്നിരുന്നതെന്നുള്ള സത്യം എനിക്ക് അന്ന് ബോധ്യപ്പെട്ടത്. എൻ്റെ കൂടെ അവൻ ഗുരുവായൂരിലേക്ക് വന്നപ്പം ഞാൻ പോലും അറിയാതെയാണ് അവൻ ആ സ്വർണവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് മിത്ര വീണ്ടും പറയാണ് കേട്ടോ. അപ്പം അനന്തൻ വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുക. തൻ്റെ മകളെ ഇതത്രയൊക്കെ ചെയ്തു കൂട്ടിയോ എന്നുള്ള രീതിയിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവൻ്റെ സ്വഭാവം മാറി. അവൻ്റെ കള്ളത്തരമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. അവൻ്റെ ഭാഗവും എല്ലാം പരിശോധിച്ച് അവൻ ആരാണ് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് മിത്ര എല്ലാവരോടുമായിട്ട് പറയുക. അവൻ എന്നെ അടിച്ചിട്ടിട്ട് എൻ്റെ സ്വർണം എടുത്തോണ്ട് അവിടെ നിന്ന് ഓടി. അവൻ്റെ പിന്നാലെ ചെന്ന് ആ സ്വർണം മേടിക്കാനുള്ള കഴിവൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് അവൻ്റെ പിന്നാലെ ഓടിയതാ. പക്ഷേ അവൻ എനിക്ക് പിടുത്തം തന്നില്ല. അവൻ ശരിക്കും ഒരു ഫ്രോഡായിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ചെയ്തു കൂട്ടി ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ച് അവരുടെ സ്വർണ്ണമൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ഒരു ഫ്രോഡ്. അവനെ പിടിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ആ ഗുരുവായൂർ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ നിന്നു പോയിട്ടുണ്ട്. അറിയാവോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യവും എനിക്കുണ്ടായിരുന്നില്ല. എനിക്ക് പേടിയായിരുന്നു. നിങ്ങളാരും പിന്നീട് എന്നെ കൃഷ്ണമംഗലത്ത് കയറ്റില്ല എന്ന് എനിക്കറിയാം. എങ്ങനെ നിങ്ങളെയൊക്കെ നേരിടും എന്നോർത്ത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അച്ഛൻ്റെ കണ്ണിൽ ഞാൻ എങ്ങനെ നോക്കും എന്നോർത്ത് എനിക്ക് ഭയമായിരുന്നു. ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു. എൻ്റെ മുന്നിൽ അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരുള്ള ഒരു പുഴയിലേക്ക് ഞാൻ എടുത്തു ചാടി എന്ന് മിത്ര പറയാണ് കേട്ടോ. പക്ഷേ ദൈവദൂതനെ പോലെ എന്നെ വന്ന് രക്ഷിച്ചത് ഈ നിൽക്കുന്ന ആര്യന എന്ന് എല്ലാവരോടുമായി പറയും. അപ്പച്ചിയുടെ മീനു ചേച്ചിയുടെയും കൂടെ ഗുരുവായൂരിലേക്ക് അന്ന് ആര്യനും എത്തിയിട്ടുണ്ടായിരുന്നു. എന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കയറ്റിയത് ഈ ദേവമംഗലത്തുകാരാ. വീണ്ടും ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചു. എന്നെ ആര്യൻ റൂമിൽ കൊണ്ടുവന്ന ശേഷവും അങ്ങനെ ആര്യനും അപ്പച്ചിയും എല്ലാവരും ചേർന്ന് എന്നെ വീണ്ടും രക്ഷപ്പെടുത്തി. അവരെന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൃഷ്ണമംഗലത്തേക്ക് തിരികെ കൊണ്ടുവരാനായിരുന്നു അവരുടെ ശ്രമം. പക്ഷേ ഞാനതിന് കൂട്ടാക്കിയില്ല. വീട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് പേടിയായിരുന്നു. ഏതോ ഒരുത്തിൻ്റെ കൂടെ സ്വർണവും പണവും ഒക്കെ എടുത്തുകൊണ്ട് പോയ ഒരു കള്ളിയായിട്ടാകുമല്ലോ നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത്. ആ എന്നെ നിങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ സ്വീകരണം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നോടുള്ള പെരുമാറ്റം എന്താകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കാരണം ഉണ്ടായ നാണക്കേടിനേക്കാൾ നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്നത് ഞാൻ കാണേണ്ടി വരുന്ന വെറുപ്പുണ്ടല്ലോ, അതിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത്. എന്നെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയെടുത്ത് വെറുപ്പ് നിറയുന്നത് എനിക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു. അപ്പച്ചി എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് വാശി പിടിച്ചു. ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകുവാന്ന് പറഞ്ഞ് ഒരുപാട് വഴക്ക് കൂടി. ഒരു വഴിയില്ലെങ്കിലും ഞാൻ എവിടെയെങ്കിലും പോയി ചാകുമെന്നും പറഞ്ഞ് അപ്പച്ചിയോടും ദേഷ്യപ്പെട്ടു എന്ന് മിത്ര പറയാണ് കേട്ടോ. എൻ്റെ മരണത്തിന് വിട്ടുകൊടുക്കാൻ അപ്പച്ചിക്കും ആര്യനും മീനാക്ഷിയേടത്തി ഒന്നും തയ്യാറായില്ല. അവരുടെ മുന്നിൽ വേറെ വഴിയും ഉണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പച്ചി നിന്നു. നിന്റെ വീട്ടിലേക്ക് പോകാനല്ലേ നിനക്ക് പേടിയുള്ളൂ, എങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് അപ്പച്ചിയാ എന്നോട് പറഞ്ഞത്. പക്ഷേ എന്ത് ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ ആ വീട്ടിലേക്ക് പോകും എന്ന് മിത്ര എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. ആര്യൻ എന്നെ ദേവമംഗലത്തേക്ക് കൊണ്ടുവന്നാലും ഞാൻ എങ്ങനെ അവിടെ നിൽക്കും? എന്ത് ബന്ധമുണ്ട്? എനിക്ക് അവിടെ എന്ത് അവകാശമാണ് ഉള്ളത് എന്നൊക്കെയുള്ള ചിന്ത കാരണം ഞാൻ അങ്ങോട്ട് പോകാനും കൂട്ടാക്കിയില്ല. ഞാൻ ആരാ വീട്ടിൽ എന്ന് ചോദിക്കുക. എനിക്കവിടെ ഒരു സ്ഥാനം ഉണ്ടാകില്ലല്ലോ എന്ന് മിത്ര വീണ്ടും പറയാം.
ആ സമയത്ത് എനിക്ക് തോന്നിയത് അപ്പച്ചിയും ആര്യനും എങ്ങനെയെങ്കിലും എന്നെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് അയക്കാനായിരിക്കും നോക്കുന്നതെന്നാ. കാരണം 2 വീടുകളും അടുത്തല്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നെ നിർബന്ധിച്ചും ഇവിടെ കൊണ്ടാക്കാലോ, അത് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷെ തിരിച്ചു വന്നാലും എനിക്ക് കിട്ടാനുള്ളത് അടിയും നാണക്കേടും കുറ്റപ്പെടുത്തലുകളും ഒക്കെ തന്നെയല്ലേ. അല്ലാതെ ഇരു കൈകളും നീട്ടി നിങ്ങൾ ആരും എന്നെ സ്വീകരിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അച്ഛനും അമ്മയും ചെറിയച്ഛനും അലോകും ആരും എന്നോട് ക്ഷമിക്കില്ല. എല്ലാവരും എന്നോട് വെറുപ്പോടെ പെരുമാറുള്ളൂ. ആരും എൻ്റെ അവസ്ഥ മനസ്സിലാക്കത്തുമില്ല. ഇതേ സമയം മിത്ര വീണ്ടും പറയാണ്, കൃഷ്ണമംഗലത്തുകാരും ഞാനും ഒരിക്കലും ആരുടെയും മുന്നിൽ നാണം കെടാതിരിക്കാനാ ആര്യൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അല്ലാതെ എൻ്റെ ആര്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ വലിയൊരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഒരു പുതുജീവൻ എനിക്ക് നൽകിയ വലിയ മനുഷ്യനാ ആര്യൻ. എന്നെ സംബന്ധിച്ച് ദൈവത്തിന് തുല്യ എന്ന് പറയാം. അപ്പം ഇതെല്ലാം കേട്ടോണ്ട് അച്യുതൻ നിൽക്കുന്നുണ്ട്. അച്യുതൻ, ഓ പുതിയ കള്ളക്കഥയും മെനഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നിരിക്കുന്നു, ഇതൊക്കെ വിശ്വസിക്കാനേ വേറെ ആളെ നോക്കണം എന്ന് പറയാ. ഏട്ടാ, ഇവള് പറയുന്ന ഈ കള്ളക്കഥയൊക്കെ ഏട്ടൻ വിശ്വസിക്കരുത് എന്ന് പറയാൻ കേട്ടോ. എടാ, ഞാൻ ചില സത്യങ്ങളൊക്കെ അറിഞ്ഞു, പക്ഷെ ചില കാര്യങ്ങൾ എനിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു. ഇന്നത്തോടു കൂടി എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനിപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന വഴിയാ. പോലീസ് സ്റ്റേഷനിൽ നിന്നോ എന്ന് അച്യുതനപ്പ ചോദിക്കുക. അതെ, അവിടുന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. എന്താ ഏതാന്ന് സത്യമെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്നിപ്പം മിത്ര തന്നെ എല്ലാം വ്യക്തമാക്കി തന്നു എന്ന് പറയാം. എൻ്റെ ഏട്ടനെക്കുറിച്ച് മാത്രമേ ഞാനപ്പോൾ ആലോചിച്ചുള്ളൂ എന്ന് ഗോമതി പറയാം. എൻ്റെ ഏട്ടൻ തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ കൊണ്ട് മിത്രയെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചത്. ഏട്ടനെ ഓർത്തുള്ള എൻ്റെ കണ്ണുനീരിന് മുന്നിൽ ആര്യൻ കീഴടങ്ങി. അല്ലാതെ മിത്രയെ കല്യാണം കഴിക്കാൻ ആര്യൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ കാല് പിടിച്ച ആര്യനെ കൊണ്ട് മിത്രയെ കല്യാണം കഴിപ്പിച്ചത്. അനന്തേട്ടനും അച്ചുവേട്ടനും അമ്മയ്ക്കും നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. നമ്മുടെ കുടുംബത്തിൻ്റെ മാനം രക്ഷിക്കാൻ മിത്രയെ വിവാഹം കഴിക്കാൻ ആര്യൻ തയ്യാറായി. ഞാൻ ആര്യനെ അത്രയേറെ നിർബന്ധിക്കേണ്ടിയും വന്നു ഇക്കാര്യത്തിന്. പക്ഷേ എൻ്റെ ആര്യൻ അമ്മ പറഞ്ഞതനുസരിച്ചു. ഏട്ടാ, ഇനിയും ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് എൻ്റെ ആര്യനെ വേദനിപ്പിക്കരുത്. നിങ്ങൾക്ക് എന്നോട് പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാകും. പക്ഷേ എൻ്റെ ഉള്ളിൽ നിങ്ങളോട് പകയോ വൈരാഗ്യമോ ദേഷ്യമോ ഒന്നുമില്ല. അന്നും ഇന്നും എൻ്റെ ഏട്ടന്മാരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് കാണാൻ പോകുന്നില്ല എന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് പറയാൻ കേട്ടോ. ഇതേ സമയം ബാലനാണെങ്കിൽ ഒന്നും സംസാരിക്കാതെ ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ നിൽക്കുകയാണ്. അപ്പം ഇന്ദ്രാമയാണെങ്കിൽ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം മിത്രയാണെങ്കിൽ പേടിച്ച് വരച്ചാട്ടോ നിൽക്കുന്നത്. ഇനി എന്താ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. എന്നിട്ട് കവളി പതിയെ പിടിക്കും. മോളെ എന്ന് പറഞ്ഞ സ്നേഹത്തോടെയാണ് ഇന്ദിരാമ്മ മിത്രയെ വിളിക്കുന്നതേ. മോള് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ഇന്ദിരാമ്മ ചോദിക്കുക. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചത് എന്ന് വീണ്ടും ചോദിക്കുക. നിൻ്റെയും ആരിൻ്റെയും കല്യാണം നടന്നത് ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പം മിത്ര പറയും, അതെ മുത്തശ്ശി, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു സ്നേഹമോ പ്രണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതിൽ ഒരു വാക്കുപോലും കള്ളവില്ല. ഞങ്ങളുടെ കല്യാണം നടന്നത് ഇങ്ങനെയാ, അല്ലാതെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരൊന്നും അല്ല. ഇല്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് അപ്പം ഇന്ദിരാമ്മയാണെങ്കിൽ നമ്മുടെ മിത്രയോട് പറയാം. ഇത്രയും വലിയൊരു തീ ഇത്രയും നാളും നീ ഒറ്റയ്ക്ക് കൊണ്ട് നടന്നോ മോളെ എന്ന് ചോദിക്കുക. നിനക്കിത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പം എല്ലാവരും നിന്നോട് ദേഷ്യപ്പെടും, എങ്കിലും നിന്നെ മനസ്സിലാക്കിയാനെ. നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക, ഇതൊക്കെ സത്യമാണെന്ന് എന്ന് ഇന്ദിരാമ്മ വീണ്ടും മിത്രയോട് പറയാണ് കേട്ടോ. ഇന്ദിരാമ്മയ്ക്ക് ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് മിത്ര ഇന്ദിരാമ്മയുടെ തലയിൽ കൈവയ്ക്കുക. എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞത് എല്ലാം സത്യമാണ് മുത്തശ്ശി, എന്നെ മുത്തശ്ശിക്ക് വിശ്വസിക്കാം എന്ന് പറയാം. സത്യം മുത്തശ്ശി, മുത്തശ്ശിയെങ്കിലും ഒന്ന് വിശ്വസിക്കുക എന്ന് പറയാം. ഞാൻ പറയുന്നതിൽ ഒരു വാക്ക് പോലും കള്ളവില്ല. ഞാൻ കള്ളം പറയത്തുമില്ല. എൻ്റെ അച്ഛനെ സാക്ഷി വെച്ച് ഞാൻ പറയാം. ഞാൻ പറഞ്ഞതെല്ലാം സത്യം. ഞാൻ എൻ്റെ അമ്മയെ സാക്ഷി വെച്ചാണ് പറയാൻ പോകുന്നത്. ഇതെല്ലാം സത്യം. നിങ്ങളൊന്ന് വിശ്വസിക്കുക. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ നടന്നത്. ഞാനീ പറഞ്ഞതൊക്കെ സത്യമാണ്. ഒന്ന് വിശ്വസിക്കും മുത്തശ്ശി എന്ന് പറയാൻ കേട്ടോ. അപ്പം ഇന്ദിരാമ്മ മിത്രയുടെ മുന്നിൽ നിന്ന് കരയാം. അച്യുതനും രാജശ്രീക്കൊക്കെ നല്ല ദേഷ്യം വരികയാണ്. ഇത്രയൊക്കെ താൻ പണിപ്പെട്ടത് വെറുതെ ആയി പോയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം മിത്ര സത്യമൊക്കെ ചെയ്തതിന് ശേഷം ഇന്ദിരാമ്മ മിത്രയുടെ അടുത്ത് നിന്ന് അങ്ങ് പോവുകയാണേ കരഞ്ഞോണ്ടേ. ഇതേ സമയം നന്ദിനിയും ആകെ കരഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത്. ഞാനിന്ന് ജീവനോടെ നിൽക്കാൻ കാരണക്കാരൻ പോലും ഈ ആര്യനാ. അവനെ വേദനിപ്പിക്കുന്ന ഒരു വാക്കുപോലും ആരും പറയരുത്. സ്വർണത്തിനും പണത്തിനും സ്വത്തിനും ഒന്നിനും വേണ്ടിയിട്ടല്ല അവൻ എന്നെ കല്യാണം കഴിച്ചത്. മനസാക്ഷി ഉള്ളത് കൊണ്ട് മാത്രമാണ് അവൻ എനിക്കൊരു ജീവിതം തന്നത്, എന്നെ രക്ഷിച്ചത്. അല്ലെങ്കിൽ അവന് ഗോമതി അപ്പച്ചിയുടെ വാക്കിന് വില കൊടുക്കാതെ എന്നെ കല്യാണം കഴിക്കാതിരിക്കുക.
ജനിച്ച കാലം മുതൽ കൃഷ്ണമംഗലത്തുകാരും ദേവമംഗലത്തുകാരും ശത്രുക്കളാണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞാൻ വളർന്നത്. ഇവരെയും ഞാൻ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ എന്ന് നമ്മുടെ മിത്ര പറയാണ്. പണ്ട് മുതലേ എനിക്ക് ആരിനെന്നെയും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. പരസ്പരം നല്ല രീതിയിൽ പാര പണിത് ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷേ ഒരു മോശ അവസ്ഥ വന്നപ്പം നമ്മുടെ കുടുംബം നാട്ടുകാരുടെ മുന്നിൽ നാണം കെടരുതെന്ന് വിചാരിച്ച് ഗോമതി അപ്പച്ചിയുടെ വാക്കിന് വില നൽകി അവൻ എന്നെ കല്യാണം കഴിച്ചതാ എന്ന് വീണ്ടും പറയാം. എന്നെ വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ ആര്യൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടുകാർ തന്നെ പലതും പറഞ്ഞ് അവനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് അനന്തൻ എന്തു മറുപടി പറയണമെന്നറിയാതെ നിൽക്കുക. അപമാനങ്ങളും നാണക്കേടും ഉണ്ടായപ്പോൾ പോലും ഇതാണ് സത്യമെന്ന് ഒരാളോട് പോലും എൻ്റെ ആര്യം പറഞ്ഞിട്ടില്ല. എപ്പോഴും എന്നെ രക്ഷിക്കാൻ മാത്രമേ ആ പാവം നോക്കിയിട്ടുള്ളൂ. ഇപ്പം ആ പാവത്തിനെ കള്ളനാക്കാൻ നോക്കിയാൽ ഞാൻ സമ്മതിച്ച് തരത്തില്ല. എൻ്റെ ജീവന എൻ്റെ ആര്യൻ എന്ന മിത്ര എല്ലാവരോടും പറയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും